ഹായ്, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ദർ ഇസ് സംതിങ് സ്പെഷ്യൽ. എന്താണെന്ന് പറയാം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത, ഞാൻ വേ പ്രോട്ടീൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കോൺസെൻട്രേറ്റ്, ഐസൊലേറ്റഡ്, ഹൈഡ്രോളൈസ്ഡ് എല്ലാം തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. ഇത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ഇത് ഞാൻ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇത് എന്ത് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ജസ്റ്റ് അൺബോക്സ് ഇറ്റ്. യെസ്, അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. വി ഹാവ് ഇത് ന്യൂട്രാബേഡാണ്. അതിന്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാം. ന്യൂട്രാബേഡാണ് ഈ സംഭവം. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് എത്ര രൂപയ്ക്കായിരുന്നു? 845 രൂപയ്ക്കാണ് മേടിച്ചിട്ടുള്ളത്. 845 രൂപ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം നോക്കാം. ഓക്കെ, യെസ്, what we have got. Yes, ബബിൾ റാപ്പ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ളതാണ്. ന്യൂട്രാബേയുടെ പ്രൊഡക്റ്റ് ആണ്. യെസ്, ഓക്കെ, സോ ദിസ് ഈസ് എ പ്രൊഡക്റ്റ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ന്യൂട്രാബേയുടെ. ഗസ് വാട്ട്, എന്തായിരിക്കും സംഭവം നോക്കിക്കേ. നല്ല ബബിൾ റാപ്പ് ഒക്കെ ഉണ്ട്. യെസ്, ന്യൂട്രാബേഡ്. ആൻഡ് ഹിയർ ഈസ് ദ പീ പ്രോട്ടീൻ. പയറിൻ്റെ പ്രോട്ടീനാണേ. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കാം നമുക്ക് ഇതെന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇത് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് അൺഫ്ലേവേർഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കാം. പിന്നെ ശബരിമലയ്ക്ക് പോകാനായിട്ട് വ്രതത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, എഗ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വേ പ്രോട്ടീൻ്റെ കൂടെ എക്സ്ട്രാ, എൻ്റെ വേ പ്രോട്ടീൻ കഴിഞ്ഞിരിക്കുകയാണ്, എക്സ്ട്രാ സംതിങ് വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ തരുന്നിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് പാർട്ടിക്കാരെ പരിപാടി വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് തുറക്കാം. പാർട്ടിക്കാരെ പരിപാടി ഉണ്ട്, അതവിടെ നടക്കട്ടെ. ഓക്കെ, യെസ്, ഇത് പൊടിക്കണമല്ലോ ഒരു മിനിറ്റ്. യെസ്, സ്മെല്ല് വന്നിട്ട് നമ്മുടെ വേ പ്രോട്ടീൻ ഇല്ലേ, അതിൻ്റെ സ്മെല്ല് ഏകദേശം ഉണ്ടാവും. സ്കൂപ്പ് ഇടുക. യെസ്, ആരോ കടന്നു വരുന്നുണ്ട്, വേഗം നമുക്ക് അടിക്കാം. ഓക്കെ, ഓക്കെ, പീ പ്രോട്ടീൻ വേണം. അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. ആദ്യം വെള്ളം പിന്നെ പ്രോട്ടീൻ മിക്സ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഫോർ ദാറ്റ്. അല്ലെങ്കിൽ അടിയിൽ Lightweight, baby.
ടേസ്റ്റ് വൈസ് ഇറ്റ്സ് റിയലി ബാഡ്. ടേസ്റ്റ് ഭയങ്കര പോറാണ്. നമ്മള് പുറത്ത് പോടാന്ന് ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ നമ്മള് ചെറുപയർ പൊടിയില്ലേ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്, തലയിൽ തേക്കുന്ന ചെറുപയർ പൊടി. ഓക്കെ, ആ ചെറുപയർ പൊടി അത് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടോ അതേ സെയിം ടേസ്റ്റ് ആണ്. ഓക്കെ, ഇത് അൺഫ്ലേവേർഡ് ആയതുകൊണ്ടായിരിക്കും. ഇതുകൊണ്ട് വേറൊരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇഡ്ഡലി ചപ്പാത്തി അതൊക്കെ ഉണ്ടാക്കി കഴിക്കാട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല, ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, വൺ മോർ. വന്നില്ല. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ. ഇപ്പോ ലൈവാണ്, ഞാനിത് കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് സ്റ്റോറി. ഇത് എന്തോ പതയാവുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി ഇത് ഇത്രയും പതയായിട്ട് എടുക്കുന്നുണ്ട്. ബട്ട് നാസ്റ്റി, ഡിസ്കസ്റ്റിംഗ്. കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ആ ഫീൽ. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചത് കാരണം നമ്മളത് കഴിക്കുന്നു. സോ ബാഡ് ആണോ? സ്റ്റിൽ പതയുണ്ട്, പക്ഷെ നമുക്കിത് കളയാൻ തോന്നില്ല. ബിക്കോസ് ഇറ്റ്സ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ആയിക്കോട്ടെ, എന്ത് പ്രോട്ടീൻ ആയിക്കോട്ടെ, ഇറ്റ്സ് പ്രോട്ടീൻ. മലയ്ക്ക് പോകുന്നത് കൊണ്ട് എഗ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വേ പ്രോട്ടീൻ ആണെങ്കിൽ കഴിഞ്ഞു. ഓ മൈ ഗാഷ്, ഇത് കാണുമ്പോൾ തന്നെ സംതിങ് എന്തോ ഫീൽ. ഓക്കെ, പക്ഷെ പിന്നെ എന്താ ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴിക്കുന്ന സമയത്ത് ഇവിടെ സംതിങ് ലൈക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ടേസ്റ്റ് വൈസ് ഇറ്റ്സ് റിയലി ബാഡ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതിന്റെ ഡൈജസ്റ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, സോ ന്യൂട്രാബേഡാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. 1 kg ഏകദേശം വരുന്നത് 845 രൂപയാണ് വരുന്നത്. ഓക്കെ, സോ പക്ഷെ ടേസ്റ്റ് ഇറ്റ്സ് റിയലി ബാഡ്. തീരെ പറ്റൂല. ഇത് ഞാനാണെങ്കിൽ എന്ത് ചെയ്തിരുന്നു, മുന്നേ ജിമ്മിന് പോയിരുന്ന സമയത്ത് നമ്മൾ വേ പ്രോട്ടീൻ ഒന്നും മേടിക്കാനായിട്ട് പൈസ ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഇപ്പോൾ പൈസ ഒന്നുമില്ല എന്നാലും ആ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിരുന്നു, കടല തലേ ദിവസം വെള്ളത്തിലിടും. കടല തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അത് കഴിക്കും. ഓക്കെ, സോ അങ്ങനെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ദിസ് ഈസ് നത്തിങ്, ഇതൊന്നുമില്ല. ബിക്കോസ് അത് അത്രയും കയ്പുള്ളൊരു സാധനം നമ്മൾ കഴിച്ചിട്ട് ഇത് കഴിക്കാന്ന് പറഞ്ഞാൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് തീരെ പരിചയമില്ലാന്ന് ചോദിച്ചോ, ഡെഫിനറ്റ്ലി നിങ്ങൾ വാൾ വയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വോമിറ്റിംഗ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശം. ഇത് ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ വേറൊരു ഗുണം, ഇങ്ങനെ ടേസ്റ്റ് ആയതുകൊണ്ട് വേറൊരു ഗുണം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറി ഉണ്ടാക്കില്ലേ, കറീന്റെ കൂടെ ആഡ് ചെയ്യാം. കറിയിൽ ഇത് ഒരു സംഭവം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ കറിയുടെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കറിയിലിട്ട് കഴിക്കാം. പിന്നെ ദോശയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാം. നോക്കട്ടെ ഇതിൽ എന്തൊക്കെയാണ് റെസിപ്പി ഉള്ളതെന്ന് നോക്കട്ടെ, ഇതെങ്ങനെ കഴിക്കേണ്ടതല്ല. എപ്പോഴും ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം പ്രോട്ടീൻ ഇടാനായിട്ട് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ഏർലി മോർണിംഗ് കഴിക്കുന്നതാണ് നല്ലതെന്ന് എഴുതിയിട്ടുണ്ട്. ഏർലി മോർണിംഗ് പ്രീ ഓർ പോസ്റ്റ് വർക്കൗട്ട്. ഞാൻ രാവിലെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒന്നുകിൽ പ്രീ വർക്കൗട്ട് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് വർക്കൗട്ട് ആയിട്ട് എടുക്കാം. ബിറ്റ്വീൻ മീൽസിന്റെ ഇടയിൽ കഴിക്കാം. നമ്മൾ ചോറ് കഴിക്കുന്നതിന്റെ ഇടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സൂപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കാം. കാർബോഹൈഡ്രേറ്റ്, ചോറ് പ്ലസ് പ്രോട്ടീൻ കൂടി കിട്ടും. അറ്റ് ബെഡ് ടൈം ഉറങ്ങുന്ന നേരത്തും കഴിക്കാം, നോ പ്രോബ്ലം. പക്ഷെ വേ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഇത് എനിക്കിപ്പോൾ ഐ ഹാവ് ഒരു 10 ദിവസം ഉണ്ട്. 10 ദിവസം എനിക്ക് എഗ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളിൽ ഞാനത് കൺസ്യൂം ചെയ്ത് തീർക്കും. 10 ദിവസം 100 ഗ്രാം വെച്ചിട്ട് ഓൾമോസ്റ്റ് 2 സ്കൂപ്പ് വെച്ചിട്ട് ഞാൻ ഡെയിലി എടുക്കുന്നുണ്ടാവും. സോ എന്തെങ്കിലും എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം.
ഓക്കെ. സോ ഇത് ഏർലി മോർണിംഗ് കഴിക്കാം, പ്രീ ഓർ പോസ്റ്റ് വർക്കൗട്ട് ആയിട്ട് കഴിക്കാം, അതായത് വർക്കൗട്ടിന് മുന്നെയോ വർക്കൗട്ടിന് ശേഷമോ കഴിക്കാം. പിന്നെ ബിറ്റ്വീൻ മീൽസ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചോറിൻ്റെ ഇടയിൽ അതിന് കൂടെ കഴിക്കാം. കഞ്ഞിവെള്ളത്തിലൊക്കെ കലക്കി കുടിച്ചോ. ഓക്കെ. പിന്നെ ബെഡ് ടൈം ഉറങ്ങുന്ന സമയത്ത് കഴിക്കാം. 300 ml കോൾഡ് വാട്ടർ, അത് കോൾഡ് വാട്ടറിലിട്ട്, അത് നോർമൽ വാട്ടർ ആയിരുന്നു. കോൾഡ് വാട്ടർ എടുത്തിട്ട് അതിൽ ഞാൻ വേർക്കുന്നുണ്ട് കേട്ടോ. AC ഇട്ടിട്ടില്ല, സോറി ഫാൻ ഇട്ടിട്ടില്ല, AC ഇടാറില്ല, കറണ്ട് ബില്ല് കൂടുതലായിരുന്നു. ഓക്കെ, ഫാൻ ഇട്ടിട്ടില്ല. ഓക്കെ. സോ ആഡ് 3 ml ഓഫ് കോൾഡ് വാട്ടർ ഓർ ബെവറേജ് ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ ഷേക്കറിൽ ഇട്ടിട്ട് കുടിക്കാൻ പറഞ്ഞിട്ടില്ല. ആഡ് 1 ഹീപ്പിംഗ് സ്കൂപ്പ് ഓഫ് പൗഡർ, 33 gram ആണ് ഒരു ഹീപ്പിംഗ് സ്കൂപ്പ് വരുന്നത്. അതിൽ 25 gram പ്രോട്ടീൻ ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. ഷേക്ക് വെൽ അണ്ടിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി മിക്സ്ഡ്. നമ്മൾ ഷേക്ക് ചെയ്തു, പിന്നെ എന്നിട്ട് കൺസ്യൂം ഇമ്മീഡിയറ്റ്ലി, വേഗം തന്നെ കുടിക്കാനെങ്കിൽ ചീനി പോകും. ചീനി പോകില്ല, പയറല്ലേ, പയറ് വേഗം കുടിക്കുക. അത് ഏത് പ്രോട്ടീൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കൺസ്യൂം 1 to 2 servings per day or as advised by the dietitian. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യാം, 2 സ്കൂപ്പ് വരെ കഴിക്കാട്ടോ, അല്ലെങ്കിൽ ഡയറ്റീഷ്യന്റെ അഭിപ്രായ പ്രകാരം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. സോ ദിസ് ഈസ് ദ ഫിസിക് ഐ ഹാവ് റൈറ്റ് നൗ. അപ്പോൾ 5 gram ബിൽഡ്സ് മസിൽ മാസ്, ഈസി ടു ഡൈജസ്റ്റ്. 5 gram BCAA ഉണ്ട്. ഓക്കെ. 30 servings ആണ്. നമുക്കിത് 15 ദിവസം കൊണ്ട് കഴിക്കണം. ഓക്കെ. സോ ദിസ് ഈസ് day 1. ഓക്കെ. സോ ഇത്രയാണ് എൻ്റെ കാര്യങ്ങൾ. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. ആൻഡ് if you like this video, please like, share and subscribe. Thank you so much for being with me. Thank you. Thanks. No. So this is my physique right now. ഇതാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഫിസിക് കേട്ടോ. ഫിസിക് അപ്ഡേറ്റ്. ഓക്കെ. യെസ്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ കറന്റ്ലി ഉള്ള ഫിസിക് എന്ന് പറയുന്നത്. ആഫ്റ്റർ 10 days, ആഫ്റ്റർ ഈറ്റിംഗ്, ആഫ്റ്റർ ടേക്കിംഗ് ദ pea protein എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. ആൻഡ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കുപ്പിയുടെ മൂടിയോട് പോയി ഞാൻ ക്യാമറ ഓഫ് ആക്കാൻ വേണ്ടി വന്നത്. താങ്ക് യു.